ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ആൻഡ് ഹോമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ചെറിയൊരു ഇടിച്ചക്ക തോരനാണ്. അപ്പോൾ ഞാൻ ഒരു ഇടിഞ്ചക്ക പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവനായിട്ട് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനതിന് പകുതി മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ആ പകുതി ഞങ്ങൾ കഷ്ണമായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് ആവിക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് ശേഷം മാത്രമേ നമ്മളിതിൻ്റെ ചക്കയുടെ പുറം തൊലി നമ്മൾ ചെത്തിക്കളയുള്ളൂ. അപ്പോൾ പീസാക്കിയതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്ക് ഇടുക, എന്നിട്ട് ആവിക്ക് വെക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ചെറിയുള്ളി, പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി, പിന്നെ അതിന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം മാത്രം മതി. ഇത്രയും ഇട്ട് നമ്മളുടെ അരപ്പ് റെഡിയാക്കി എടുക്കണം. ഈ അരപ്പെന്ന് പറയുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കരുത്. ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പം അല്ലാതെ ഫൈനായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ടിട്ടോ അമ്മിക്കല്ലിലിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സൂപ്പറായിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ആവിക്ക് വെച്ചിരിക്കുന്ന ചക്ക വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് നന്നായി ചൂടാറാൻ വെക്കണം. ചൂടിലേക്ക് കൈയൊക്കെ പൊള്ളും കേട്ടോ. ചൂടാറിയതിന് ശേഷം വേണം നമ്മളതിൻ്റെ തൊലി ചെത്തിയെടുക്കണം. ഈസി ആയിട്ട് തൊലി ചെത്തിയെടുക്കാൻ പറ്റും ഇത് വെന്ത് കഴിഞ്ഞാൽ. ഒന്ന് കത്തി ടച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. തൊലി നല്ല സ്മൂത്തായിട്ട് ചെത്തി ഇങ്ങ് പോരും. അതിന് ശേഷം നമ്മൾ കല്ലിലിട്ടിട്ട് ഇടിച്ചെടുക്കുക. അപ്പോൾ ചിലവരിത് സിമ്പിളായിട്ട് മിക്സിയിലൊക്കെ ഇട്ടിട്ടൊന്ന് കറക്കിയെടുക്കും കേട്ടോ. പക്ഷേ അപ്പം നല്ല പൊടി പോലെ ഉണ്ടാകും. അപ്പോൾ ചെമ്മീൻ പൊടി ഒക്കെ പോലെ ഇരിക്കും, പൊടി പോലെ. അപ്പോൾ എനിക്കങ്ങനെ പൊടി പോലെ ഇഷ്ടമല്ല. എനിക്ക് ഈ ഇടയ്ക്ക് ചക്ക കടിക്കാൻ കിട്ടണം, അങ്ങനെയാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചതച്ചെടുക്കുന്നത്. പൊടി പോലെ ആക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. മിക്സിയിൽ ഒന്നിട്ട് കറക്കിയാൽ മതി. ഈസി ആയിട്ട് എല്ലാം ഒരുമിച്ച് പണി തീർന്ന് കഴിയും. അപ്പോൾ നമ്മളിതുപോലെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അരപ്പുണ്ടല്ലോ, ആ അരപ്പും കൂടി ഇതിനകത്തോട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പും കൂടി ഇടാം. എന്നിട്ട് പിന്നെ സിമ്പിളാണ്. നമുക്ക് വേറെ വല്ല പണിയൊന്നുമില്ല. നേരെ അടുപ്പിലോട്ട് ചട്ടി വെക്കുക, ചട്ടിക്കകത്തേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇട്ട് കൊടുക്കുക. അപ്പം ഇടിച്ചക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അടച്ച് വെച്ച് അങ്ങ് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ. അപ്പം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തും കൂടെ കഴിയുമ്പോഴത്തേക്കും ഈ അരപ്പിൻ്റെ എല്ലാ ടേസ്റ്റും നമ്മുടെ ഇടിഞ്ചക്കയുമായിട്ട് മിക്സ് ചെയ്ത് ഇടിഞ്ചക്കയ്ക്കും കൂടി ആ ഒരു ടേസ്റ്റ് കിട്ടും. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിൽ വിതറി കൊടുത്തതിന് ശേഷം കുറച്ച് ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഈ ഇടിച്ചക്കത്തോരനും കൂടെ ഇട്ട് ഒരു അച്ചാറോ ഒരു ചമ്മന്തിയോ കൂടി ഉണ്ടെങ്കിൽ പൊള്ളി ടേസ്റ്റാണ്. നമുക്ക് വേറെ ഒന്നും വേണ്ട, നന്നായിട്ട് ചോറിനാൻ കഴിയും. നല്ലൊരു വെറൈറ്റി ടേസ്റ്റുമാണ്. ഈ ഇടിഞ്ചക്ക എന്നൊക്കെ പറയുന്നത് എപ്പോഴും കിട്ടുന്നൊരു സാധനമല്ല. നമുക്ക് ഇവിടെ കടയിൽ പോയാലൊന്നും അത് കിട്ടില്ല. അതുകൊണ്ട് ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഈ ചക്ക സീസണായാൽ മാത്രമേ ഈ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം പണ്ടുള്ളവരുടെയൊക്കെ സ്ഥിരമായിട്ടുള്ള ഒരു തോരനായിരുന്നു ഇത്. ഇന്നത്തെ കാലത്ത് എത്ര വീടുകളിൽ പ്ലാവുണ്ട്, എത്ര പേര് ഇടിഞ്ചക്ക തോരൻ വെക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഒരു പ്ലാവ് എങ്ങാനും കാണും, ആറ്റുനോറ്റ് നമ്മൾ അതിനകത്തൊരു ചക്ക ഉണ്ടായെങ്കിൽ നമ്മളത് പഴുപ്പിച്ച് തിന്നാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുമായിരിക്കും ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത്. പക്ഷെ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ ഒരുപാട് പ്ലാവുകളുണ്ടാവും. അതുകൊണ്ട് ഇടിഞ്ചക്കയായിട്ടും പച്ചച്ചക്കയായിട്ടും പഴുത്തച്ചക്കയായിട്ടൊക്കെ ഒരുപാട് അവർക്കുണ്ടാവും. അപ്പോൾ അവരങ്ങനെ ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വറവാണ് ഇടിഞ്ചക്ക തോരൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു തോരനാണ് ഇടിഞ്ചക്ക എന്ന് പറയുന്നത്. എല്ലാ സീസണിലും ഇത് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. അപ്പം എല്ലാവരും ഇതൊക്കെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.